ഹലോ കൂട്ടുകാരെ, മഴത്തോരു മുംബൈ സീരിയലിന്റെ ഇനി വരാൻ പോകുന്ന കഥയെപ്പറ്റിയാണ് കേട്ടോ പറയുന്നത്. അതിനു മുമ്പ് ഈ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് കഥയിലേക്ക് പോവാം. അങ്ങനെ അലീനെ ആരാണെന്ന സത്യം ബാലചന്ദ്രനിൽ നിന്ന് തന്നെ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് രോഹിത്. ആ തിരിച്ചറിവ് അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞു. മനസ്സിൽ വിഗ്രഹങ്ങളായി കരുതിയിരുന്ന പല മുഖങ്ങളും ചില്ലുപ്രതിമ പോലെ വീണുടയുന്നതായി അവന് തോന്നി. എല്ലാ സത്യങ്ങളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് അലീന ഈ വീട്ടിൽ വേലക്കാരിയായി വന്നതെന്ന് ബാലചന്ദ്രൻ പറഞ്ഞപ്പോൾ രോഹിത്തിന് തന്റെ സങ്കടം നിയന്ത്രിക്കാനായില്ല. അവൻ മുമ്പ് അലീനയോട് ചെയ്ത ക്രൂരതകളെക്കുറിച്ചോർത്ത് പൊട്ടിക്കരഞ്ഞു. ബാലചന്ദ്രൻ പല ആശ്വാസ വാക്കുകൾ പറഞ്ഞു അവനെ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും കുറ്റബോധം കൊണ്ട് നീറുകയായിരുന്നു അവന്റെ മനസ്സ്. അവൻ ചോദിക്കുകയാണ്, അലീന ചേച്ചി ഇപ്പം എവിടെയാണെന്ന് അച്ഛൻ പറഞ്ഞില്ലല്ലോ. അത് പറയാം. വൈജയന്തിയുമായി ആഗ്രയിൽ വെച്ച് അടുപ്പമുണ്ടായിരുന്ന ഒരു മിലിറ്ററി ഓഫീസറെ പറ്റി ഞാൻ പറഞ്ഞില്ലേ. കിട്ടിയ വിവരങ്ങൾ വെച്ച് ഞാൻ അയാളെപ്പറ്റി അന്വേഷിച്ചു. ആർമിയിൽ നിന്നും പിരിഞ്ഞ് ഇപ്പം അയാൾ കുളത്തൂപ്പുഴയിലാണ് താമസം. റിട്ടയേർഡ് കേണൽ സ്റ്റാൻലി ജോസഫ്, അയാളാണ് അലീനയുടെ അച്ഛൻ. ഞാൻ അവളെ സ്വന്തം അച്ഛൻ്റെ കയ്യിൽ തന്നെ ഏൽപ്പിച്ചു കൊടുത്തു. അവിടെ താമസിച്ചുകൊണ്ടാണ് അവൾ നിങ്ങളോടൊക്കെ ഫോണിൽ സംസാരിക്കുന്നത്. ഇതൊക്കെ കേട്ട് രോഹിത് ആശ്ചര്യത്തോടുകൂടി അച്ഛനെ നോക്കിക്കൊണ്ടേയിരുന്നു. അമ്മ എന്തെങ്കിലും ഇതൊക്കെ അറിയണ്ടേ അച്ഛാ? അമ്മ ഇതറിയുന്നതാണ് നിനക്ക് പ്രാധാന്യമെങ്കിൽ നിനക്കിത് ആരോട് വേണമെങ്കിലും പറയാം. ബബിതയും കൃഷ്ണമോളെയും കൊല്ലപ്പള്ളിക്കാരെ അറിയിക്കാം. പക്ഷേ അച്ഛൻ നിങ്ങൾക്കൊപ്പം ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ അത് പാടില്ല. നിനക്കിഷ്ടമുള്ള തീരുമാനം എടുക്കാം. ആരോടും പറയില്ലെന്ന് നീ എനിക്ക് തന്ന വാക്ക് പോലും നിനക്ക് ലംഘിക്കാം. അച്ഛാ, രോഹിത്തിൻ്റെ കണ്ടവിടറി. അലീന ചേച്ചി ഈ വീട്ടിലല്ലേ താമസിക്കേണ്ടത്? നമ്മുടെ കൂടെയല്ലേ? എന്നിട്ട് വേറെ എവിടെയോ കൊണ്ടുപോയി. രോഹിത്തെ, എനിക്ക് നിന്നോട് കൂടുതലൊന്നും പറയാനില്ല. കാര്യങ്ങൾ മനസ്സിലാക്കാനുള്ള പ്രായം പക്വതയും നിനക്കുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. നീ ഈ രാത്രി ശാന്തമായി പോയി കിടന്നുറങ്ങ്. നേരം വെളുക്കുമ്പോൾ നിനക്കൊരു ഉത്തരം കിട്ടിയിരിക്കും. ബാലചന്ദ്രമേനോൻ വീണ്ടും അവൻ്റെ തോളത്ത് തട്ടിയിട്ട് മുറി വിട്ടിറങ്ങി. രോഹിത്തിനോടെല്ലാം തുറന്നു പറഞ്ഞപ്പോൾ തൻ്റെ ഹൃദയഭാരം കുറഞ്ഞതായി ബാലചന്ദ്രന് തോന്നി. തൻ്റെ മകനിലേക്ക് അത് ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു. ഇനി അവനാണ് ആ ഭാരം ചുമക്കേണ്ടവൻ. പക്ഷെ രോഹിത്തിന് ഉറങ്ങുവാൻ കഴിയുന്ന രാത്രിയായിരുന്നില്ല അത്. അവൻ ചില സമയങ്ങളിൽ അസ്വസ്ഥനായി മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കമ്പ്യൂട്ടറിൽ സേവ് ചെയ്തു വെച്ചിരിക്കുന്ന അലീനയുടെ ഫോട്ടോസ് എടുത്ത് അവൻ നോക്കി. തന്നെ നോക്കി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന ഫോട്ടോ. അവന് പെട്ടെന്ന് സങ്കടം വന്നു. ചേച്ചിയെ ഞാൻ എന്തുമാത്രം വേദനിപ്പിച്ചിട്ടുണ്ട്. അപ്പോഴെല്ലാം ചേച്ചിക്ക് അറിയാമായിരുന്നല്ലോ സ്വന്തം അനുജനാണ് ഈ ക്രൂരത കാണിക്കുന്നതെന്ന്. ആരോടും പരാതി പറയാതെ എല്ലാം നിശബ്ദമായി സഹിച്ചില്ലേ? തെറ്റുകളിലേക്ക് താൻ വീഴാതിരിക്കാൻ അലീന ചേച്ചി ഒരുപാട് ശ്രദ്ധിച്ചിരുന്നെന്ന് അവനിപ്പോൾ ഓർക്കുന്നു. തനിക്ക് വേണ്ടിയായിരുന്നു അലീന ചേച്ചി ഏറ്റവും കഷ്ടപ്പെട്ടതും ഏറ്റവും അധികം വേദനകൾ സഹിച്ചതും. തന്നെ കേസിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടി സ്വന്തം ജീവൻ പോലും പണയം വെച്ച അന്ന് ശരണയുടെ വീട്ടിൽ പോയത്. അതെല്ലാം ഒരു ഉൾക്കിടലത്തോടു കൂടി മാത്രമേ ഓർക്കാൻ സാധിക്കൂ. തനിക്ക് സുഖമില്ലാതിരുന്നപ്പോൾ ഒരമ്മയുടെ വാത്സല്യത്തോടെ തന്നെ പരിചരിച്ചു. തൻ്റെ മനസ്സ് ഇടിഞ്ഞ് താന്നു വീണപ്പോൾ ആത്മവിശ്വാസം നൽകി തന്നെ ഉയർത്തെഴുന്നേൽപ്പിച്ചു. അലീന ചേച്ചിയുടെ സ്നേഹശാസനയും ആശ്വാസവാക്കുകളും ഇല്ലാതിരുന്നെങ്കിൽ തൻ്റെ ജീവിതം ഇരുട്ടറയിലായേനെന്ന് അവൻ ആലോചിച്ചു. ഈ രാത്രി അവൻ ഉറങ്ങാൻ സാധിക്കുമായിരുന്നില്ല. ഒരുപാട് നേരം പലതും ആലോചിച്ചു കിടന്നു. അവസാനം എപ്പോഴോ ഉറങ്ങിപ്പോയി. ഉണർന്നപ്പോൾ ഏറെ വൈകി. സിറ്റൗട്ടിലെത്തിയപ്പോൾ അച്ഛൻ പത്രവായന കഴിഞ്ഞിരുന്നു. ബാലചന്ദ്രമേനോനാണെങ്കിൽ ഒന്നും സംഭവിക്കാത്ത മട്ടിൽ അവനോട് ഗുഡ് മോർണിംഗ് പറഞ്ഞു. എന്താടാ നിന്റെ കണ്ണു ചുവന്നിരിക്കുന്നു? നീ ഇന്നലെ രാത്രി ഒട്ടും ഉറങ്ങിയില്ലേ? ഉറങ്ങി. നീ വിഷമിക്കരുത്. നിനക്ക് വേണ്ടിയാണ് ഞാൻ ഇതെല്ലാം തുറന്നു പറഞ്ഞത്. അച്ഛൻ്റെ മുഖത്തേക്ക് നോക്കിയപ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അച്ഛൻ എന്നെ അലീന ചേച്ചിയുടെ അടുത്തേക്ക് കൊണ്ടുപോകാമോ? ബാലചന്ദ്രമേനോൻ വിസ്മയത്തോടെ അവൻ്റെ മുഖത്തേക്ക് നോക്കി. എനിക്കൊന്ന് കാണണം അച്ഛാ, ഇല്ലെങ്കിൽ എൻ്റെ ചങ്ക് പൊട്ടിപ്പോവും. അവൻ്റെ കണ്ണിൽ നിന്ന് ധാരധാരയെ കണ്ണുനീർ തുള്ളികൾ വീഴാൻ തുടങ്ങി. നീ കരയാതെ, ഞാൻ കൊണ്ടുപോകാമെന്ന് പറഞ്ഞില്ലേ? ഇന്ന് പോകാൻ പറ്റില്ല, നമുക്ക് നാളെ പോകാം. ആ വാക്കുകൾ അവൻ ആശ്വാസകരമായിരുന്നു. അവൻ തിരിച്ചകത്തേക്ക് കയറിപ്പോയി. അടുത്തതായി കാണുന്നത് അലീന പൂച്ചെട്ടികളെല്ലാം നനച്ചുകൊണ്ട് വീടിൻ്റെ മുന്നിൽ നിൽക്കുന്ന കാഴ്ചയാണ്. ഔതക്കുട്ടിച്ചായനുമുണ്ട് അവളോടൊപ്പം. രാവിലെ ജീപ്പ് ഓടിച്ച് തോട്ടത്തിൽ പോയ സ്റ്റാൻലി ഇതുവരെ മടങ്ങി വന്നിട്ടില്ല. പെട്ടെന്ന് ഒരു ഹോൺ ശബ്ദം കാറിൻ്റെ ഇരമ്പലം കേട്ട് അലീന തിരിഞ്ഞു നോക്കി. അച്ഛൻ്റെ കാർ. അലീന അതിശയിച്ചു പോയി. ഔതക്കുട്ടിച്ചായൻ നെറ്റി ചുളിച്ച് നിൽക്കുകയാണ്. ഷടാ, മിനിഞ്ഞാന്നല്ലേ ഇയാൾ ഇവിടുന്ന് പോയത്? ഇങ്ങനെ കൂടെ വരുന്നതൊന്നും ലാലിച്ചിന് ഇഷ്ടപ്പെടത്തില്ല കേട്ടോ. കാർ മുറ്റത്തെത്തിയതും അലീന ഓസ് താഴെയിട്ട് കാറിൻ്റെ അടുത്തേക്ക് ഓടി. ബാലചന്ദ്രമേനോൻ കാറിൽ നിന്ന് ഇറങ്ങി. അച്ഛാ, ഇതെന്താ ഇത്ര പെട്ടെന്ന്? എന്തു പറ്റി? അവൾ ഉത്കണ്ഠയോടുകൂടിയാണ് ചോദിച്ചത്. ഞാൻ മാത്രമല്ല, രോഹിത്തുണ്ട്. അവൻ നിന്നെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അപ്പോഴാണ് അവൾ കാറിനുള്ളിലേക്ക് നോക്കിയത്. രോഹിത്ത് കാറിനുള്ളിൽ ഇരിപ്പുണ്ട്. അലീന അമ്പരപ്പോടെ ബാലചന്ദ്രനെ ഒന്ന് നോക്കി. അതിന് അനേക അർത്ഥങ്ങളുണ്ടായിരുന്നു. ധാരാളം ചോദ്യങ്ങളും അടങ്ങിയിരുന്നു. അപ്പോഴേക്കും ഡോർ തുറന്ന് രോഹിത്ത് പുറത്തേക്ക് വന്നു.
അവൻ്റെ മുഖത്ത് സന്തോഷമല്ല സങ്കടമായിരുന്നു ഉണ്ടായിരുന്നത്. മോളെ അലീന, നീ അവനെ മുറിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകും. അവന് നിന്നോട് എന്തൊക്കെയോ സംസാരിക്കാനുണ്ട്. എന്തായാലും ഇവിടെ വെച്ച് വേണ്ട. അത് കേട്ടുകൊണ്ട് അലീന രോഹിത്തിൻ്റെ കൈയും പിടിച്ച് അകത്തേക്ക് കയറി. സിറ്റൗട്ടിലൂടെ കടന്നു പോകുമ്പോഴും ഇടനാഴിലൂടെ നടന്നു പോകുമ്പോഴും അവൾ അവനോട് സംസാരിച്ചില്ല. മുറിയിലേക്ക് കടന്നിട്ട് അവൾ വാതിൽ ചാരി. രോഹിത്തെ, എന്തു പറ്റിയട നിനക്ക്? എന്താ നിന്റെ മുഖം വല്ലാതിരിക്കുന്നേ? അവൻ ദയനീയമായി അവളെ നോക്കി. പെട്ടെന്ന് അവൻ വിങ്ങിപ്പൊട്ടി കരഞ്ഞു. എന്താടാ മോനെ ഇത്? നിനക്ക് എന്താ പറ്റിയത്? എന്നോട് പറയടാ. ചേച്ചി, എന്നോട് ക്ഷമിക്കണേ. ഞാൻ ചേച്ചിയെ ഒരുപാട് ദ്രോഹിച്ചിട്ടുണ്ട്. എന്നോട് ക്ഷമിക്കില്ലേ? അവൻ വിതുമ്പി കരയാൻ തുടങ്ങി. കരയിലട മോനെ, നീ ഇങ്ങനെ കരയാതെ. അവൾ അവൻ്റെ പുറത്ത് തട്ടിക്കൊണ്ടേയിരുന്നു. അവൻ സത്യങ്ങളെല്ലാം മനസ്സിലാക്കി കഴിഞ്ഞെന്ന് അവൾക്ക് ബോധ്യമായി. അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞൊഴുകാൻ തുടങ്ങി. അവൻ നിലത്തൂർന്നു വീണ് അവളുടെ കാലിൽ കെട്ടിപ്പിടിച്ച് ക്ഷമയാചിച്ചു. ഈ സമയം ബാലചന്ദ്രമേനോൻ ഔതക്കുട്ടിച്ചായൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു. അവർക്കിടയിൽ സംസാരിക്കാൻ ഇനി വിഷയമില്ല. അല്പം സമയം അവിടെ ഇരുന്നതിന് ശേഷം അയാൾ അലീനയുടെ മുറിയിൽ വന്ന് നോക്കി. ചാരിയിട്ടിരിക്കുകയാണ് വാതിൽ. അടക്കിപ്പിടിച്ച തേങ്ങലുകൾ മാത്രം അകത്തുനിന്ന് കേൾക്കാം. ബാലചന്ദ്രമേനോൻ വാതിൽ അല്പം തുറന്നു. അലീന കട്ടിലിരിക്കുകയാണ്. രോഹിത്ത് നിലത്തും. അവൻ്റെ ശിരസ് മടിയിൽ വെച്ച് അവൾ തഴുകുന്നുണ്ട്. അവളുടെ മുഖവും കണ്ണുനീരിൽ കുതിർന്നിരിക്കുന്നു. അല്പം സമയത്തിന് ശേഷം രോഹിത്തിനെ മുറിയിലിരുത്തിയിട്ട് അലീന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് പോയി. നീളൻ വരാന്തയിലെ തൂണും ചാരി ഒരന്യനെ പോലെ അയാൾ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛാ, അച്ഛനെന്താ അവിടെ നിന്ന് കളഞ്ഞത്? ഓ, ഒന്നുമില്ല മോളെ, വെറുതെ. സോറി മോളെ. എനിക്ക് അവനോടെല്ലാം പറയേണ്ടി വന്നു. പറയാതെ വേറെ നിവൃത്തിയില്ലായിരുന്നു. അലീന വിശദാംശങ്ങളൊന്നും ചോദിച്ചില്ല. അവൾക്കെല്ലാം മനസ്സിലായി കഴിഞ്ഞിരുന്നു. അവനെല്ലാം അറിയണം. അവനോട് നീതി കാണിക്കണമെന്ന് എനിക്ക് തോന്നി. അവൻ ബുദ്ധിയും വിവരമുള്ള ചെറുപ്പക്കാരനാണ്. അവൻ എന്നെ സംശയത്തോട് നോക്കുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ ഒന്നും മറച്ചു വെച്ചില്ല, എല്ലാം തുറന്നു പറഞ്ഞു. നിനക്ക് വിഷമമായോ മോളെ? ഇല്ലച്ചാ, അവനെ തിരിച്ചറിഞ്ഞല്ലോ. എനിക്ക് സന്തോഷമേ ഉള്ളൂ. എനിക്ക് എന്തെങ്കിലും ഒരു ആപത്ത് സംഭവിച്ചു പോയാൽ ഇനി അവൻ ഓടിയെത്തുമല്ലോ. ആര് ചോദിച്ചാലും കളങ്കമില്ലാത്ത മനസ്സോടെ അവന് പറയാമല്ലോ ഇതെൻ്റെ ചേച്ചിയാണെന്ന്. പെട്ടെന്ന് ബാലചന്ദ്രമേനോൻ പറയുകയാണ്. എനിക്ക് സമാധാനമായി. നീ എന്നെ വഴക്ക് പറയുന്നതായിരുന്നു എൻ്റെ പേടി. ഒയ്യോ, ഞാൻ അച്ഛനെ വഴക്ക് പറയാനോ? നിന്റെ ഒരു നോട്ടം മതി, അതിലുണ്ട് പരിഭവവും സങ്കടവും പരാതിയുമെല്ലാം. ഇല്ലച്ചാ, സ്നേഹക്കൂടുതലേ ഉള്ളൂ. അച്ഛൻ എനിക്ക് എന്തെല്ലാം തന്നു. എൻ്റെ പപ്പയെ വരെ അച്ഛനല്ലേ എനിക്ക് തന്നത്. ഇപ്പോൾ എനിക്കെൻ്റെ അനുജനെയും കിട്ടി. ബാലചന്ദ്രമേനോന് തൃപ്തിയായി. ഇനി ഞങ്ങളിവിടെ നിൽക്കുന്നില്ല മോളെ, പോയിക്കോളാം. അയ്യോ, അത് പറ്റുന്നില്ല. ഉച്ചയൂണ് കഴിഞ്ഞിട്ട് പോയാൽ മതി. വേണ്ട മോളെ, സ്റ്റാൻലി തോട്ടത്തിൽ നിന്ന് തിരിച്ചു വരുന്നതിന് മുമ്പേ പോകണം. എന്നെ കണ്ട അയാൾക്ക് ഇഷ്ടപ്പെടത്തില്ല. അയാളുടെ പെരുമാറ്റം എനിക്കും ഇഷ്ടപ്പെടത്തില്ല. പപ്പ ഒന്നും പറയില്ലെന്നേ, അച്ഛൻ അതോർത്ത് വിഷമിക്കേണ്ട. നീ ഉള്ളതുകൊണ്ട് ചിലപ്പോൾ അയാൾ മുഖം മുഷിഞ്ഞ് സംസാരിക്കില്ലായിരിക്കും. എന്നാൽ മനസ്സിനകത്ത് എന്താണെന്ന് എനിക്കറിയാമല്ലോ. മിനിഞ്ഞാന്ന് ഞാൻ വന്നതുപോലും സ്റ്റാൻലിക്ക് ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് ഇന്ന് വീണ്ടും വന്നിരിക്കുന്നു. വേണ്ട, എത്രയും പെട്ടെന്ന് പോയേക്കാം. ശരി, അച്ഛനെ ഞാൻ നിർബന്ധിക്കുന്നില്ല. ഒരു കപ്പ് ചായ കുടിക്കാലോ? അത് കഴിഞ്ഞിട്ട് പോയാൽ മതി. അലീന പെട്ടെന്ന് രോഹിത്തിനെ വിളിച്ചുകൊണ്ട് വന്നു. ഔതക്കുട്ടിച്ചായനും ചായ കുടിക്കാൻ നിർത്തി. അലീന രോഹിത്തിനെ ഔതക്കുട്ടിച്ചായന് പരിചയപ്പെടുത്തി കൊടുത്തു. വിലപിച്ച, ഇത് എനിക്കറിയാടി മോളെ. മേനോൻ എന്നോട് പറഞ്ഞിരുന്നു മൂത്ത മോനാണെന്ന്. എൻ്റെ ആങ്ങളെ വിലപിച്ച. എടി മോളെ, എനിക്ക് മനസ്സിലായെന്ന്. ചായ കുടിച്ചതിന് ശേഷം ബാലചന്ദ്രൻ ഇറങ്ങാൻ തുടങ്ങി. അച്ഛാ, അച്ഛൻ മാത്രം പോയാൽ മതി. രോഹിത്ത് ഇവിടെ നിന്നോട്ടെ. അലീനയുടെ ആ വാക്കുകൾ കേട്ടതും ബാലചന്ദ്രമേനോൻ അമ്പരന്ന് പോയി. മഴത്തോരു മുമ്പേ എന്ന പരമ്പരയിൽ ഇനി വരാൻ പോകുന്നത് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള എപ്പിസോഡുകളാണ്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. തുടർന്നുള്ള കഥയുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്